ഹായ് പറ. വീഡിയോ ഡ്രസ് കാണിച്ചു കൊടുക്ക്. ബർത്ത്ഡേ ആയിട്ട് അതാ വൈകുന്ന മൂക്ക്. ഹായ് ഹലോ എവ്രി വൺ. അപ്പം നമ്മുടെ തെയ്യം വീഡിയോയുടെ പാർട്ട് 2 ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പം ഇത് സാറ്റർഡേ തെയ്യം കഴിയുന്ന ദിവസത്തിൻ്റെ, അതായത് മെയിൻ ആഘോഷങ്ങളൊക്കെ സാറ്റർഡേ ആണ്. തെയ്യം മാത്രമല്ല, നമുക്ക് എൻ്റെ ഏട്ടൻ്റെ മോളെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അത് വലിയ കുട്ടിയുണ്ടല്ലോ കൂട്ടത്തിൽ, വലിയ കുട്ടി, അവളുടെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പം നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വന്ന ഒരു ദിവസമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ വെളിച്ചപ്പാട് എഴുന്നള്ളിച്ച് വരുന്നത്. അപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിച്ചപ്പാട് എഴുന്നള്ളിച്ച് വീട്ടിലേക്ക് വരികയാണ്. പൈസ കൊടുക്കും. ചടങ്ങിൻ്റെ പരം നമുക്കതൊക്കെ ഭയങ്കര സംതൃപ്തിയാണ് കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും പറയും അന്ധവിശ്വാസം എന്ന്, പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ വിശ്വാസങ്ങളിൽ ഒരു ഭാഗമാണ്. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കണ്ണൂരുകാരന് ബിരിയാണി എന്ന് പറയുന്നത് പോലെ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ മോള് പിറന്നാളും തെയ്യമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബിരിയാണി തന്നെയാണ്. പക്ഷേങ്കിൽ കുറച്ചൊന്ന് ചിക്കൻ മാറ്റിയിട്ടൊന്ന് ചെമ്മീനാണ് ഇത്തവണ നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന തക്കാളി ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ടൊന്നും ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. മെയിൻലി ഈ വീഡിയോയിൽ നിങ്ങൾ തെയ്യത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഞാൻ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പം ചെമ്മീൻ മാത്രമാകുമ്പോൾ ഒരു ഗുമ്മില്ല, കടിച്ച് പറിക്കാൻ കൊട്ടുകൂടെ വേണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഏട്ടൻ ചിക്കൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പം അങ്ങനെ ചിക്കൻ പൊരിച്ചതും നല്ല ചെമ്മീൻ ബിരിയാണിയും സാലഡ്, അച്ചാർ, ചമ്മന്തിയൊക്കെ ആയിട്ട് അടിപൊളി തന്നെയായിരുന്നു നമ്മുടെ തെയ്യം പ്ലസ് അനേകയുടെ ബർത്ത്ഡേ. അപ്പം നമ്മൾ ദമ്മിടാണ് കേട്ടോ, ബിരിയാണി ദമ്മിടാണ്. അപ്പോൾ ആ ഒരു പോർഷൻ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പണികളെല്ലാം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ഇപ്പം നമ്മളെ മക്കളെല്ലാവരും തന്നെ ഗ്രീൻ കോഡ് നമ്മൾ അറിഞ്ഞുകൊണ്ട്, മീൻസ് വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ആമി മോളുടെ ലാസ്റ്റ് ഇയർ ബർത്ത്ഡേ ഡ്രസ്സായിരുന്നു, ഗ്രീൻ ആയിരുന്നു. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അനയ്ക്കും ഗ്രീൻ ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ ഗ്രീന് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല മാച്ചായിട്ടായിരുന്നു കുട്ടികളെല്ലാവരും തന്നെ ഉണ്ടായത്. അങ്ങനെ അനയ്ക്ക മോളുടെ 5ാമത്തെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു, കുഞ്ഞുമക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയറൊക്കെ ചെയ്തു. അതൊക്കെ നമുക്ക് ഭയങ്കര അല്ലേ, അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ലൈഫിൽ, കുട്ടികളുടെ ആ ഒരു ഒത്തൊരുമയും സ്നേഹമൊക്കെ കാണുന്നത് തന്നെ. അപ്പം അങ്ങനെ നല്ല ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒറ്റക്കാണ്. അച്ഛൻ കാവിൽ കമ്മിറ്റിയൊക്കെ ആയതുകൊണ്ട് അച്ഛൻ കാവിൽ തന്നെയാണ് കേട്ടോ. ഭക്ഷണവും എല്ലാ കാര്യങ്ങളും കാവിൽ തന്നെയാണ്. അതുകൊണ്ട് അമ്മ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായി. അമ്മയുടെ കൂടെ കാവിൽ പോകാൻ ആരില്ലാത്തതുകൊണ്ട് സാറ്റർഡേ എന്ന് പറയുന്നത് നമ്മളെ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇതൊക്കെ വെടിക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ആളും ബഹളവും ഒക്കെയാണ്. അപ്പം നമുക്കങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായി. അപ്പോൾ കാവിൽ ചെന്ന് കയറിയപ്പം തന്നെ ആദ്യം കണ്ടത് ഇതാണ് കേട്ടോ. ഇതാണ് മേലേരി കൂട്ടൽ. പിറ്റേ ദിവസം വെളിച്ചപ്പാട് വന്ന് അതിൽ ചാടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പോയപാട് കണ്ടിട്ടുണ്ടായത്. പിന്നെ അതിന് ശേഷം ഒന്ന് തൊഴാനൊക്കെ പോയി. ഇത് നാഗത്തിൻ്റെ അവിടെയാണ് കേട്ടോ, നമ്മുടെ കാവിൻ്റെ നാഗത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ലേ അച്ഛൻ കാവിലാണെന്ന്. അപ്പോൾ അച്ഛനെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുകയാണ്. അച്ഛൻ അവിടെ നാഗത്തിൻ്റെ അവിടെ ഈ മുട്ടയുടെയൊക്കെ റെസിപ്റ്റ് മുറിക്കുന്നതും പൈസ വാങ്ങിക്കുന്നതും എല്ലാം ആയിട്ടുള്ള തിരക്കിലാണ് അച്ഛൻ. അതുകൊണ്ടാണ് അമ്മക്കാരും ഒന്നിച്ചാരും ഇല്ലാത്തത് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ കാവിലൊരുപാട് ആൾക്കാർ, ആമി മോളാണെങ്കിൽ കളിയിലാണ്. അങ്ങനെയൊക്കെ ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്. പിന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ കാവിലെ തോറ്റവും വെളിച്ചപ്പാടിൻ്റെ എണ്ണയിൽ നിന്നുള്ള അപ്പം വാരലെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു പോർഷൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൂടെ കൊടുത്തേക്കാം കേട്ടോ.
അങ്ങനെ തെയ്യത്തിൻ്റെ തോറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാഴ്ചവരവ് കാവിലേക്ക് എത്താറായിട്ടുണ്ടായി. അതിനിടയിൽ ഗാനമേളയൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ ഗാനമേളയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായില്ല. നമ്മൾ കാവിൽ തന്നെയായിരുന്നു കേട്ടോ. ഈ തെയ്യത്തിൻ്റെ തോറ്റവും പിന്നെ ഈ അപ്പം വാരലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കാവിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായില്ല. നമ്മൾ കാവിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് കാഴ്ചവരവ് വന്നപ്പോഴാണെങ്കിലും നല്ല രീതിക്ക് കാവുന്ന തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായി. സാറ്റർഡേ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ കാവിൽ. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാനമേളയും പരിപാടിയൊക്കെ ആകുമ്പം കുറേ ആൾക്കാർ വരും. പിന്നെ ഞായറാഴ്ചയാണല്ലോ, അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് അങ്ങനെ സാറ്റർഡേ അല്ലേന്ന് വിചാരിച്ച് കുറേ പേര് വരും. പിന്നെ ഈ ശനിയാഴ്ചയാണ് കാഴ്ചവരവും നല്ല എന്താ പറയുക അതിഗംഭീരമായിട്ടുള്ള വെടി മരുന്നൊക്കെ, അപ്പോൾ കരിമരുന്നൊക്കെ. അപ്പം അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്കി എത്ര ആൾക്കാർ. ഇതിപ്പം ഈ മുൻവശത്ത് മാത്രമുള്ളതാണ്, പിറകു വശത്തുനിന്ന് ഗാനമേള നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് പേരുണ്ട്, കാവൽ തെയ്യത്തിൻ്റെ അവിടെയും കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഇത്തവണ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ കാഴ്ചവരവിൽ ആദ്യം തന്നെ ഉണ്ടായ ഒരു സാധനമാണ് ഈ കാവടിയാട്ടം എന്ന് പറയുന്നത്. അത് നല്ല രസമുണ്ടായി കേട്ടോ, അടിപൊളിയായിരുന്നു കാവടിയാട്ടം. നന്നായിട്ട് കണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടായി. കാണുമ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലും ഇത് റിയലായിട്ട് കാണുമ്പം നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കാഴ്ചവരവിൽ ഉണ്ടായത് ഇതാണ്, ഒരു എന്താ പറയുക, ഒരു കലാരൂപം എന്നൊക്കെ പറയാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ തെയ്യത്തിനൊക്കെ ഉള്ളത് പോലത്തെ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് LED ലൈറ്റൊക്കെ വെച്ചിട്ട് എല്ലാ ഒരു സംഭവം. ഇപ്പം ഇതുപോലെ പൂമ്പാറ്റയുടെയും മയിലിൻ്റെയും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ആ കണക്ക് നല്ല കണ്ണിന് നല്ല എന്താണ് നമുക്ക് കണ്ണിന് നല്ലൊരു കാഴ്ച തരുന്ന ഒരു ഐറ്റം കൂടെ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായി. ഹൈലൈറ്റ് ഓഫ് ദ കാഴ്ചവരവ് എന്ന് പറയുന്നത് ഈ ഒന്നാണ് കേട്ടോ. ചെണ്ടമേളം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഹൈലൈറ്റ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കാവടിയാട്ടാണെങ്കിലും മുന്നിൽ കാണിച്ചിരുന്ന ആ ഒരു കലാരൂപമാണെങ്കിലും അതൊക്കെ അടിപൊളിയായത്, അല്ലെങ്കിൽ അതൊന്നുകൂടെ കൊഴുപ്പിച്ചത് ഇവരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവരുടെ ആ ചെണ്ടമേളത്തിൻ്റെ ആ ഒരു ഋതത്തിന് ഒന്നിച്ചിട്ടാണ് ഈ കാവടിയായിട്ടാണെങ്കിലും മുന്നേ കാണിച്ച ആ ഒരു ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും നടന്നത്. ഇവരുടെ താളത്തിനൊത്തിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. അപ്പം അത് ആ ഒരു മ്യൂസിക്കാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ആ ഒരു മ്യൂസിക്കിനാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. പിന്നെ ഈ കണ്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും പിടിച്ചു നിർത്തി ഒന്ന് എന്താ പറയുക, ഒന്ന് നമ്മുടെ മനം ഒന്ന് ആ ഒരു കുറച്ച് സമയത്തേക്ക് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാ ആൾക്കാരും ഈ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്തിട്ടുണ്ട്. 100% ഷുവറാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ ഈ നമ്മുടെ കടലാസ് ഇങ്ങനെ ഷിഷ് എന്ന് പറഞ്ഞ് പാറിപ്പിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നല്ല നല്ല ഭംഗി, നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ കാഴ്ചവരവൊക്കെ കഴിഞ്ഞ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചവരവിൽ. അപ്പോൾ അത് കഴിഞ്ഞു, എല്ലാ ആൾക്കാരും ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് കണ്ടപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ തന്നെ ഒരു 1:30-2 മണി അടുപ്പിച്ചിട്ട് ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ പോയി. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഉറങ്ങിയില്ല. ജസ്റ്റ് അലാറം 4 മണിക്ക് വെച്ചു. എന്നിട്ട് പൊട്ട് 4 മണിക്കാണ് കേട്ടോ. അതായത് പൊട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയില്ല, കരിമരുന്ന് പ്രയോഗം നമുക്ക് 4 മണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ആകുമ്പോൾ എണീറ്റ് വരണം എന്നുള്ള രീതിയിൽ ഞാൻ അലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയില്ല. കിടന്ന് കുറച്ച് സമയം ഫോണൊക്കെ ചാർജ് ചെയ്തു വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് കറക്റ്റ് 4 മണി സമയത്ത് എണീറ്റു കാവിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ കാവിൽ വരുന്ന സമയത്ത് ശാസ്തപ്പൻ്റെ തെയ്യം കോലം തന്നെ കേട്ടോ, കുട്ടിച്ചാത്തൻ ശാസ്തപ്പൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അത് ഇറങ്ങിയിട്ടുണ്ടായി. അപ്പം അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലൊന്നാണ് ഈ ബീത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അത് കോമരവും തെയ്യമായിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അത് കണ്ടിട്ട് നമുക്ക് ഈ പടക്കം പൊട്ടുന്ന അവിടത്തേക്ക് പോവാമെന്ന്. വയലിലാണ് കേട്ടോ ഇത് വെക്കുക, ഈ പടക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പം നമ്മൾ വയലിൽ നിന്നിട്ടാണ് പൊട്ട് കാണാറ്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. അപ്പം തെയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവാം, എന്തായാലും
നമുക്ക് ഈ ചടങ്ങുണ്ട് കേട്ടോ. ഈ നമുക്ക് പൊട്ടണം, അതായത് ഈ കരിമരുന്ന് പ്രയോഗം സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ആദ്യം അവർ കാവൽ വന്ന് ഈ നമ്മുടെ പൂക്കുറ്റി എന്നൊക്കെ പറയില്ലേ, ആ സാധനമൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് അവർ അങ്ങോട്ടേക്ക്, അതായത് വയലിലേക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഏതായാലും അതൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഞാൻ സമാധാനത്തിൽ തെയ്യത്തിൻ്റെ, അതായത് ഈ ശാസ്ത്രപ്പൻ തെയ്യത്തിൻ്റെ ചടങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ടായി. അപ്പം ഞാൻ വീട്ടിൽ പോയി വരുമ്പോഴേക്കും ഇത് വീരനാണ് കേട്ടോ തെയ്യം. വീരൻ്റെ തെയ്യം, ഈ കുട്ടിച്ചാത്തൻ്റെ തെയ്യം, പിന്നെ നാഗക്കഞ്ഞി, പിന്നെ ഗുളികൻ, അങ്ങനെയൊക്കെയുള്ള തെയ്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ആകെ ബാക്കി ഉണ്ടായത് ഈ പുതിയ ഭഗവതിയുടെ കോലം മാത്രം ഇറങ്ങാനാണ് കേട്ടോ. ഈ വലിയ മുടി വെച്ചിട്ട് കാണുന്നില്ലേ, ശാസ്ത്രപ്പൻ്റെ തൊട്ടടുത്തുള്ള തെയ്യാണ് ഗുളികൻ എന്ന് പറയുന്ന തെയ്യം കേട്ടോ. അതുകൊണ്ട് ഇത്തവണ അവരൊന്നും ഇറങ്ങി വരുന്നതും ആ ഒരു ചടങ്ങൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ആ സമയത്ത് വീട്ടിൽ പോയിട്ടായിരുന്നു ഉണ്ടായത്. കംപ്ലീറ്റ് ഒരു ദിവസം ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ നിന്നു എന്നുള്ളതാണ്. ഞാൻ വീഡിയോ എടുത്തു. കുറച്ച് സമയം, ഞാൻ പറഞ്ഞല്ലോ, 1:30-1:45 വീട്ടിലെത്തി. തിരിച്ച് 4 മണിക്ക് എണീറ്റ് വന്നു. എന്നിട്ട് ഈ പൊട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 6:30 മണിക്ക് വീട്ടിലാദ്യമേ പോയി. എന്നിട്ട് പിന്നെ 8 മണി ആയപ്പോഴേക്കും പിന്നെയും കാവിലേക്ക് വന്നു. അങ്ങനെ ഇരുന്നു കേട്ടോ ഇത്തവണത്തെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, കരിമരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പൂക്കുറ്റിയോ എന്തെങ്കിലും ഒരു പടക്കം നമ്മുടെ കാവിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങനെ തിരിയെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അപ്പുറം എത്തിയിട്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള കരിമരുന്ന് പ്രയോഗം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കരിമരുന്ന് പ്രയോഗമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പൊട്ടന്നെയായിരുന്നു ഇത്തവണത്തേത്. കാണാനും കണ്ടിരിക്കാനൊക്കെ നന്നായിട്ടുണ്ടായി. കൂടുതൽ കേൾക്കാനും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തീക്കനലുണ്ടല്ലോ, അത് ഞാൻ ഇന്നലെ വന്ന സമയത്ത് മേലേരി കുട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടായി. ആ തീക്കനലാണ് ഇപ്പം നിങ്ങൾ കാണുന്ന തീക്കനൽ. അപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചപ്പാട് കുളിച്ചിട്ട് വരുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ വെളിച്ചപ്പാട് കുളിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചിട്ട് വെളിച്ചപ്പാടിൻ്റെ കൂടെ വരും. എന്നിട്ട് ഇങ്ങനെ തീയിൽ തുള്ളുന്ന ചടങ്ങാണ് കേട്ടോ. തീയിൽ തുള്ളുക എന്ന് വെച്ചാൽ തീയിൽ ചാടുന്ന ചടങ്ങാണ്. അപ്പം അതാണ് ഇനി നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുന്നത്. വെളിച്ചപ്പാടിൻ്റെ ഈ തീച്ചാട്ടമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ പുതിയ ഭഗവതിയുടെ പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയ ഭഗവതിയും വെളിച്ചപ്പാടും തമ്മിലുള്ള വാള് കൈമാറ്റം. ഇനിയിപ്പോൾ വെളിച്ചപ്പാട് പുതിയ ഭഗവതിക്ക് വാള് കൈമാറ്റം ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ. പിന്നെ നമുക്ക് തെയ്യങ്ങളൊന്നും ഇറങ്ങാനില്ല കേട്ടോ. പുതിയ ഭഗവതിയാണ് ഏറ്റവും അവസാനം ഇറങ്ങുക. എന്നിട്ട് പുതിയ ഭഗവതി ഒരു ഉച്ച, അതായത് ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് പുതിയ ഭഗവതി തന്നെ ആ കോലത്തിൽ തന്നെ ഭഗവതി ഭദ്രകാളിയായിട്ട് മാറും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ തെയ്യം അവസാനിക്കുന്നത്. അതോടുകൂടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് ഒരു
7:30 8 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. 8 മണിയായപ്പോൾ വന്നു. പിന്നെ വേഗം വന്ന് നാഗക്കന്നി അമ്മക്ക് പൈസ കൊടുത്തു കേട്ടോ. നാഗക്കന്നി എന്ന് പറയുന്നത് നാഗാണല്ലോ. അപ്പം നാഗങ്ങൾക്ക് അങ്ങനെ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ നാഗക്കന്നി എന്ന് പറയുന്ന തെയ്യം ഈ സൂര്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും കേട്ടോ. അതായത് അത് വേഗം തന്നെ അഴിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് നാഗക്കന്നി അമ്മക്ക് പൈസ കൊടുത്തു. പിന്നെ അതിനുശേഷം ശാസ്തപ്പന് പൈസ കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായി. അപ്പാണ് ഒരു കുഞ്ഞു വാവ, എനിക്കറിയുന്ന കുട്ടിയുടെ മോനാണ്. അപ്പം അതിങ്ങനെ ഭയങ്കര കൗതുകത്തോടെ ദൈവങ്ങളെ നോക്കിയിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് കുളിക്കൻ അങ്ങനെ ഓരോരുത്തർക്കും പൈസ കൊടുത്തു കേട്ടോ. എല്ലാവർക്കും പൈസയൊക്കെ കൊടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ചടങ്ങാണ് കൂടിപ്പിരിയൽ, കൂടിച്ചേരൽ, കൂടിയാട്ടം അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതായത് എല്ലാ തെയ്യങ്ങളും കാവിൽ കെട്ടിയാടിയിട്ടുള്ള എല്ലാ തെയ്യങ്ങളും കൂടെ വന്ന് അവരിങ്ങനെ വന്നിട്ട് നമ്മുടെ കമ്മിറ്റിക്കാരോട് സംസാരിക്കും. എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ഈ തെയ്യങ്ങൾ തമ്മിൽ തന്നെ ഓരോരോ തെയ്യങ്ങൾക്കും ഓരോരോ ആയുധങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ദേവിക്ക് വാളാണ് എന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിന് ദണ്ടുണ്ട്. അങ്ങനെ ഓരോരോ ആൾക്കാർക്കും ദണ്ട്, അങ്ങനെ ഓരോരോ ദൈവങ്ങൾക്കും ഓരോരോ ആയുധങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അവർ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടിയാട്ടം കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇതുപോലെ വരും കേട്ടോ, കൂടിയാട്ടം കാണണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ 5 തെയ്യങ്ങളും ഒന്നിച്ചിട്ട് ആടുന്ന ഒരു സംഭവമാണ് കൂടിപ്പിരിയൽ എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാഗക്കന്നി അമ്മ മുടി അയക്കുകയാണ് ചെയ്യുക. കൂടിപ്പിരിയൽ, കൂടിയാട്ടം അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയാട്ടം കഴിഞ്ഞതിന് പിന്നെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവങ്ങൾക്ക് എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. മെയിൻലി ഒന്നാമത്തെ കാര്യം, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. അത് എൻ്റെ ആയിട്ട് ഉറങ്ങിയില്ല. സാധാരണ ഞാനൊരു 12 മണി ഭഗവതി ഭദ്രകാളി ആവുന്നവരെ കണ്ടു കഴിഞ്ഞിട്ടൊക്കെയാണ് വരാറ്. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ആമിമോൾക്ക് അന്ന് തന്നെയായിരുന്നു ഈ പൾസ് പോളിയോയുടെ തുള്ളിമരുന്നിൻ്റെ വിതരണം കേട്ടോ. അപ്പോൾ അന്ന് അതിന് പോയിട്ടില്ല എന്ന്, അതായത് എനിക്ക് പിന്നെ ടെൻഷൻ, ഞാൻ ഈ തെയ്യം കാണാൻ 12 മണി വരെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയിട്ട് അഥവാ 5 മണിക്ക് എഴുന്നേറ്റില്ലല്ലോ, മോൾക്ക് പോളിയോ കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും രാവിലെ പോകുന്ന പോക്കിൽ തന്നെ പോളിയോ ഒക്കെ കൊടുത്ത് പോയിട്ട് കിടന്നുറങ്ങാം, അങ്ങനെയാകുമ്പോൾ അതിന് ടെൻഷനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കാവുന്ന പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക. ലവ് യു ഓൾ. ബൈ ബൈ.